ഇന്റീരിയർ ഡിസൈനിൽ ടയറുകൾക്ക് എന്ത് കാര്യം? ഹായ് വ്യൂവേഴ്സ്, ഞാൻ സലീം ആലുക്കൽ. വീടും പരിസരവും ഭംഗിയാക്കി ഡിസൈൻ ചെയ്യുന്നതിൽ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഓൾഡ് തിങ് റീയൂസ്. അതായത് പഴയ വസ്തുക്കൾ ഉപയോഗിച്ചും ഡെക്കറേറ്റ് ചെയ്തും ഇന്റീരിയറിലോ അതുമല്ലെങ്കിൽ ഗാർഡനിലോ എക്സ്റ്റീരിയറിലോ ഉപയോഗിക്കുക എന്നുള്ളത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആണ്, നമുക്ക് ആൾറെഡി ഉള്ള വീട് ഇനി പൊളിച്ച് പണിതിട്ട് വേണം ഇന്റീരിയർ ഡിസൈനൊക്കെ ചെയ്യാൻ, അതുകൊണ്ട് ഇപ്പോൾ അത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതും വളരെ എളുപ്പവും വളരെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഓരോ മെത്തേഡാണ് ഈ ഓൾഡ് തിങ്സ് റീയൂസ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തരം ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റാണ് ടയറുകൾ. ടയറുകൾ എങ്ങനെയെല്ലാം നമുക്ക് ഇന്റീരിയറിൽ ഉപയോഗിക്കാം. ഒരുപാട് രീതിയിൽ ടയറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇന്റീരിയറിലും അതുപോലെ ഗാർഡനിലും മറ്റും റീയൂസ് ചെയ്യാം. ഇതിൽ പ്രധാനപ്പെട്ട 5 തരം മെത്തേഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോമൻ അല്ലെങ്കിൽ സിംഗിൾ സീറ്ററുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ടയറുകൾ ഉപയോഗിക്കാം. ഈ ടയറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? ടയറുകൾ വൃത്തിയാക്കിയതിന് ശേഷം ടയറിന് ചുറ്റും റോപ്പ് ചുറ്റുക, അതായത് കയർ ചുറ്റിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാം, പെയിന്റ് ചെയ്യാതിരിക്കാം. അതിൻ്റെ മേലെ ആയിട്ട് ഒരു കുഷൻ വെച്ച് കഴിഞ്ഞാൽ, അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്, വെച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്ത കളറുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കയറിന് പെയിന്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് പെറ്റ്സിന്റെ ബെഡ് നിർമ്മിക്കാൻ പറ്റുമെന്നാണ്. എങ്ങനെയാണ് പെറ്റ്സിന്റെ ബെഡ് നമ്മൾ നിർമ്മിക്കുന്നത്? ഒരുപാട് ആളുകൾ പെറ്റ്സിനെ വളർത്താറുണ്ട്. അത് പൂച്ചയാവട്ടെ പട്ടിയാവട്ടെ എന്ത് തന്നെയായാലും ചെറിയ രീതിയിൽ അവർക്ക് ഒരു ബെഡ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള കളറുകളെല്ലാം സെലക്ട് ചെയ്ത് പെറ്റ്സിന്റെ ബെഡ് നിർമ്മിക്കുമ്പോൾ സിംഗിൾ ടയർ എടുത്തിട്ട്, അത് നേരത്തെ പറഞ്ഞ പോലെ റോപ്പ് നിങ്ങൾക്ക് ചുറ്റാതിരിക്കാം, അത് കവർ ചെയ്തിട്ടും നമുക്ക് പെറ്റ്സിന്റെ ബെഡായിട്ടും ഈ ടയേഴ്സിനെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ടയറിന് പെയിന്റ് ചെയ്ത് ഭംഗിയാക്കാൻ ഒരിക്കലും മറക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പെറ്റ്സ് ബെഡ് നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമതായി ഞാൻ പറയുന്ന കാര്യം കോഫി ടേബിൾ ഉണ്ടാക്കാവുന്നതാണ്. 1, 2, 3 ടയറുകളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫി ടേബിളിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ കിട്ടിയ ആ ഹൈറ്റിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ടോപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോഫി ടേബിൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ടയർസിന് പെയിന്റ് ചെയ്യുകയും അതിനുശേഷം ഈ ഗ്ലാസ് അവിടെ ഫിക്സ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കോഫി ടേബിൾ അല്ലെങ്കിൽ ഒരു ഗാർഡൻ ടേബിൾ നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഗാർഡനിൽ ഉപയോഗിക്കാം, അതുപോലെ ഇന്റീരിയറിലും ഉപയോഗിക്കാവുന്നതാണ്. അതിന് നല്ല രീതിയിൽ ലൈറ്റിംഗ് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള രീതിയിൽ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാലാമതായി ഞാൻ പറയുന്ന കാര്യം ഗാർഡനിൽ പ്ലാന്റ് ബോക്സ് ആയിട്ടും ടൈലുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഗാർഡനിലെ പ്ലാന്റ് ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഇതിന് വ്യത്യസ്ത പെയിന്റുകളൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഗാർഡനെ സെറ്റ് ചെയ്യാം. ചില ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള ചെടിച്ചട്ടികളും മറ്റും അറേഞ്ച് ചെയ്തിട്ട് ഗാർഡനും മനോഹരമാക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ടയറുകളൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അഞ്ചാമതായി ഞാൻ പറയാൻ പോകുന്ന കാര്യം വേസ്റ്റ് ബിൻ ആയിട്ട് നമുക്ക് ഈ ടയർസിനെ ഉപയോഗിക്കാം. എങ്ങനെ നല്ല രീതിയിൽ ഭംഗിയുള്ള രീതിയിൽ വേസ്റ്റ് ബിൻ ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ നോക്കാം. അതായത് പാർട്ടിയും മറ്റും ഔട്ട്ഡോർ പാർട്ടി, ഇപ്പോൾ ഗാർഡനിൽ നമ്മളെ പാർട്ടി നടക്കുന്നു അല്ലെങ്കിൽ ടെറസിൽ പാർട്ടി നടക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ടയറുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഡസ്റ്റ്ബിൻ ആയിട്ടും ഉപയോഗിക്കാം. ഈ രീതിയിലെല്ലാം നിങ്ങൾക്ക് ടയർസിനെ ഉപയോഗിക്കാം.
ഇതിലും കൂടുതൽ നല്ല രീതിയിലും ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത 5 മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ അറിവിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത വല്ല മെത്തേഡുകളും ഉണ്ടെങ്കിൽ ഇതിലെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം കാറിൻ്റെയും മറ്റും ടയർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കാൻ എന്നുള്ള രീതിയിലും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കുണ്ട് സൈക്കിൾ ടയറിലും ഇത് നമുക്ക് പരീക്ഷിക്കാം. സൈക്കിൾ ടയർ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ്. കിഡ്സിൻ്റെയും മറ്റും സൈക്കിൾ ടയർ ചെറിയ റേഡിയസ് ഉള്ളതായിരിക്കും. ഇങ്ങനെയുള്ള ടയറുകൾ ഉപയോഗിച്ച് അതിന് പെയിൻറ് ചെയ്തതിന് ശേഷം ഗ്ലാസ് കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് മിറർ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് കറക്റ്റ് സർക്കിളായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു മിറർ നിങ്ങൾക്ക് ലഭിക്കും. ഈ രീതിയിലും സൈക്കിൾ ടയർ യൂസ് ചെയ്തിട്ടും ഇത് ഉപയോഗിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് മെത്തേഡാണ്. എന്തുകൊണ്ട് ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാനും അതുപോലെ വളരെ ചിലവ് കൂടിയ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വീട് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുതിയ വീട് ഉണ്ടാകാത്ത ആളുകൾ, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇന്റീരിയർ എന്നുള്ളത് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ ഡെക്കോവാട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.